എവിടെയാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം നിലകൊള്ളുന്നത്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വേങ്ങാനൂർ. ഏത് സംഘടനയാണ് അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന? ഉത്തരം സാധുജന പരിപാലന സംഘം എന്ന സംഘടന. സാധുജന പരിപാലന സംഘം എന്ന സംഘടന ഏത് വർഷത്തിലാണ് സ്ഥാപിതമായത്? ഉത്തരം 1907. സാധുജന പരിപാലന സംഘം ഏത് പേരിലാണ് പിന്നീട് സ്വീകരിച്ചത്? ഉത്തരം പുലയ മഹാസഭ. സ്വീകരിച്ച വർഷം 1938. ആരാണ് ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്? ഉത്തരം EK നായനാർ. ഏത് വ്യക്തിയാണ് അയ്യങ്കാളിയെ കേരള സ്പാർട്ടക്കസ് എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം P. സനൽ മോഹൻ. അയ്യങ്കാളി ഏത് ജാതി സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്? ഉത്തരം പുലയ. ഏത് വർഷത്തിലാണ് വില്ലുവണ്ടി സമരം നടന്നത്? ഉത്തരം വർഷം 1893. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനം നേടാൻ സമരം നടത്തിയ ഒരു പ്രധാന വിപണി ഏതാണ്? ഉത്തരം ചാല മാർക്കറ്റ്. അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം M. നിസാർ ആൻഡ് മീന കന്ദസ്വാമി. ദളിത് നവോത്ഥാന നായകരുടെ സ്മരണ നിലനിർത്താൻ സ്ഥാപിച്ച അയ്യങ്കാളി വള്ളത്തോൾ ചാഞ്ചാൻ സ്മാരക മന്ദിരം ഇവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം മരട്, എറണാകുളം ജില്ല. അയ്യങ്കാളി ഉത്തരം THP ചന്താശ്ശേരി. ഏതു വർഷത്തിലാണ് പരിപാലന സംഗമം അയ്യങ്കാളി സ്ഥാപിച്ചത്? ഉത്തരം 1907 വർഷത്തിൽ. ഏത് വർഷത്തിലാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലിയ മഹാസഭ എന്ന് ആക്കിയത്? ഉത്തരം 1938 വർഷത്തിൽ. അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നോക്കക്കാർക്കു വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം KR നാരായണൻ. 2019 കേരള സർക്കാർ തിരുവനന്തപുരത്തെ ഏത് പ്രധാന ഹാൾ ആണ് അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്തത്? ഉത്തരം VJT ഹാൾ. ഏത് പേരിലാണ് അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത്? ഉത്തരം പാഞ്ചജന്യം. ഏത് വർഷത്തിലാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയുടെ അനുസ്മരണ സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ഉത്തരം 2002. ഏത് വർഷത്തിലാണ് അയ്യങ്കാളി മരണപ്പെടുന്നത്? ഉത്തരം 1941. എവിടെയാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വേങ്ങാനൂരിലെ ചിത്രകൂടം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ഏത് ലഹളയാണ് പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹള എന്നിങ്ങനെ അറിയപ്പെടുന്നത്? ഉത്തരം 90-ാം ആണ്ട് ലഹള.
എവിടെ നിന്നാണ് സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ചത്? ഉത്തരം ചങ്ങനാശ്ശേരിയിൽ നിന്ന്. തിരുവിതാംകൂറിൽ പുലയരുടെ ആദ്യത്തെ വിപുലമായ സമ്മേളനം ഏതായിരുന്നു? ഉത്തരം 1915 കൊല്ലം സമ്മേളനം. അയ്യങ്കാളിയുടെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം പ്ലാവത്തറ വീട്. ആരാണ് തിരുവിതാംകൂർ ആദ്യ കർഷക തൊഴിലാളി പണിമുടക്ക് നയിച്ചത്? ഉത്തരം അയ്യങ്കാളി. പിന്നോക്ക ജാതിയിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ആരാണ്? ഉത്തരം ശ്രീമൂലം തിരുനാൾ. കേരള SC/ST ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് എന്താണ്? ഉത്തരം അയ്യങ്കാളി ഭവൻ. അയ്യങ്കാളിയുടെ ജീവിത കാലഘട്ടം ഏതാണ്? ഉത്തരം 1863 മുതൽ 1941 വരെ. ഞാനിതാ പുലിയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം അയ്യങ്കാളി. അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ച വർഷം ഏതാണ്? THP ചെന്താശ്ശേരി അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞ പുസ്തകത്തിൻ്റെ പേരെന്ത്? ഏത് വർഷത്തിലാണ് നെടുമങ്ങാട് ചന്ദലഹള നടന്നത്? ഈ ഒരു ക്വിസിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ലഭിച്ചുവെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.